ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള 2 പെറ്റ്സിനെയാണ് കേട്ടോ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് ഞങ്ങളുടെ ലേബർ ഡോഗായ അമ്മുവും പിന്നെ ഞങ്ങളുടെ റോട്ട് വില്ലറായ റോസും. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ അമ്മൂട്ടീനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്മൂട്ടി ഈ വീഡിയോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ അമ്മൂട്ടി. അമ്മൂട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും നല്ല ഇണക്കമാണ്. പുറത്തുനിന്ന് വന്ന ഒരാൾ ഇന്നും കാണുന്ന നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടി അവൾ പെട്ടെന്നൊന്നും മിങ്കിൾ ചെയ്യില്ല. ചില ആളുകളുടെ അടുത്ത് മാത്രം അവൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ അമ്മൂട്ടീനെ ഞങ്ങൾക്കൊരു 8 മാസം പ്രായമുള്ളപ്പോഴൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 8.5 വർഷത്തോളമായി നമ്മുടെ വീട്ടിൽ അമ്മൂട്ടി വന്നിട്ട്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങളുടെ അമ്മൂട്ടി. ഞങ്ങൾ വീട്ടിൽ എന്ത് പലഹാരം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഞങ്ങളുടെ അമ്മൂന് കൊടുത്തിട്ടേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ. അത്രയും സ്നേഹമായിരുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അമ്മൂട്ടീനെ ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ കൂടൊക്കെ പണിതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് മാറ്റി. പിന്നെ എനിക്ക് ഉണ്ണിയായതിന് ശേഷം നമ്മൾ അവളെ അകത്തേക്ക് കൊണ്ടുവരാറില്ല. എത്രയൊക്കെ നമ്മൾ അവളെ ഈരി കുളിപ്പിച്ചെന്ന് പറഞ്ഞാലും രോമം ചെറിയ രീതിയിലൊക്കെ അകത്തൊക്കെ വീഴും, കൊഴിയും. അപ്പം നമ്മൾ ഉണ്ണി ഉള്ളത് കൊണ്ട് അകത്തേക്കൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല. ഇപ്പോൾ ഫുൾ ടൈം കൂട്ടിലാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ ഞായറാഴ്ച ദിവസമൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ, വീട്ടിലെല്ലാവരും ഉണ്ടാവുള്ളൂ. അന്നത്തെ ദിവസം നമ്മൾ പുറത്തൊക്കെ ഇറക്കി അവളൊന്ന് കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ അമ്മൂട്ടി ഇപ്പോൾ 7-8 വയസ്സ് 8.5 വയസ്സിന് ഇടയ്ക്ക് ഒരു 3 പ്രാവശ്യം പ്രസവിച്ചു. 3 പ്രാവശ്യം പ്രസവിച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു 7 കുട്ടികളെ കിട്ടി. പിന്നത്തെ പ്രാവശ്യം 3 കുട്ടികളെ കിട്ടി. അപ്പോൾ ഇതൊക്കെ അമ്മൂട്ടിയുടെ കുട്ടിയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസവത്തിലുണ്ടായിരുന്ന കുട്ടിയാണ് ഈ 2 കുട്ടികൾ. 3 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടീനെ കൊടുത്തതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. പിന്നെ മൂന്നാമത്തെ പ്രസവത്തിൽ നമുക്കൊരു 5 കുട്ടികളെ കിട്ടി. ഇപ്പോൾ പിന്നെ നമ്മൾ ക്രോസ് ചെയ്യിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അമ്മൂട്ടിയുടെ ആരോഗ്യം നോക്കണം. ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ, നോക്കാൻ മെനക്കെട്ട് നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ നമ്മൾ അമ്മൂട്ടിയുടെ ഒരവസ്ഥയും കൂടി നോക്കണമല്ലോ. അടുപ്പിച്ച് നമ്മൾ പ്രസവിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ പ്രസവിപ്പിക്കാറുമില്ല. നമ്മളൊരു ഫസ്റ്റത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ 3 വയസ്സായിട്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു പിന്നത്തെ പ്രസവം. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അമ്മൂട്ടി എല്ലാവരുടെ അടുത്ത്, എൻ്റെ അനിയൻ്റെ അടുത്താണ് കൂടുതൽ അവൾക്കൊരു കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും ചെറുത് അവനാണ്. അപ്പോൾ അതിൻ്റേതായൊരു കാര്യം അവനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവനെന്നാൽ ചീത്ത പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്നെയൊന്നും ഒട്ടും പേടിയില്ല. അവനൊരു പേടിയുണ്ട് എങ്കിലും ഒരു കുട്ടിക്കളി അവനോടുണ്ട് അമ്മൂട്ടിക്ക്. അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും അവൻ്റെ അടുത്ത് പോയിട്ടാണ് ആളിരിക്കുക. എപ്പോഴും വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു കിടപ്പാണ് അകത്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ ആലോചിച്ച് കിടക്കും. പിന്നെ TV ഒക്കെ കണ്ട് ആളിരിക്കും. പിന്നെ അവളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന നാക്കുമുള്ള ഈ കറുത്ത പാട്. ആദ്യത്തെ ഫോട്ടോ ആണ് കേട്ടോ അത് അമ്മൂട്ടിയുടെ. ആദ്യം അമ്മൂട്ടി ഇങ്ങനെ ഇരുന്നിരുന്നായിരുന്നു. ഇപ്പോൾ ഭയങ്കര തടിയൊക്കെ വെച്ചത് അമ്മൂട്ടിയുടെ കുട്ടിയാണ് കേട്ടോ. ആദ്യത്തേലുണ്ടായിരുന്ന കുട്ടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോട്ട് വില്ലർ. റോട്ട് വില്ലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഞങ്ങൾ 21 ദിവസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അതിന് ശേഷം ഇങ്ങോട്ട് ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഇന്ന ആളെന്നൊന്നും ഇല്ല. ആൾക്ക് എല്ലാവരും ഒരുപോലെ ഭയങ്കര സ്നേഹമാണ്. ഇതാണ് അവളുടെ ആദ്യത്തെ ഫോട്ടോ കേട്ടോ. എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമാണ്. നമ്മൾ കാണുമ്പോൾ റോട്ട് വില്ലർ അല്ലേ, ഒരു വീട്ടിലൊരാളായിട്ട് അവൾ ഇണങ്ങുള്ള. റോട്ട് വില്ലറിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇന്നിപ്പോൾ റോട്ട് വില്ലറിനെ നിരോധിച്ചു നമ്മുടെ അവിടെയൊക്കെ. പക്ഷെ ആളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള റോട്ട് വില്ലർ നമ്മുടെ വീട്ടിലെല്ലാവരായിട്ടും, അതുപോലെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ബന്ധുക്കളായാലും ഒക്കെ അവളെല്ലാവരുടെ അടുത്തും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും എല്ലാവരുടെ അടുത്തും ഉപദ്രവകാരിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും നല്ല ഇണക്കമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം അത്ര ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂട്ടിൽ തന്നെയാണ്. നമ്മളെത്ര പുറത്തേക്ക് കൊണ്ടുപോയാലും അവളുടെ എല്ലാ കാര്യങ്ങളും കൂട്ടിൽ തന്നെയാണ് അവൾ ചെയ്യുക. പുറത്ത് കൊണ്ട് നടന്നാലും എല്ലാ സംഭവങ്ങളും കൂട്ടിൽ വന്നതിന് ശേഷമാണ് മൂത്രമൊഴിക്കലെല്ലാം ചെയ്യുള്ളൂ ആൾ. പിന്നെ കുറച്ച് വെകിളിയാണ്. ഇപ്പോൾ അവൾക്കൊരു 5 വയസ്സായിട്ടുണ്ട്. ഈ 5 വയസ്സിനിടയ്ക്ക് എല്ലാ സാധനങ്ങളും കൂടായാലും ഒക്കെ നശിപ്പിച്ച് കളയും. നമ്മുടെ അമ്മൂട്ടിയുടെ പോലെയല്ല. അമ്മൂട്ടി കൂടും കാര്യങ്ങളൊക്കെ അത്രയും നീറ്റായിട്ടിരിക്കും. അവൾ വൃത്തിയായി ഒരു കൂട്ടിലൊരു സാധനം അഴുക്കൊന്നും ഉണ്ടാവില്ല അമ്മൂട്ടിയുടെ. പക്ഷേ റോട്ട് വില്ലറിൻ്റെ കൂട്ടിൽ അങ്ങനെയല്ല. കൂടൊക്കെ ഇപ്പോഴും വൃത്തികേടായിട്ടിരിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ മഴയായാലും വെയിലായാലും എല്ലാ ദിവസവും കൂട് അടിച്ച് കഴുകേണ്ട ഒരവസ്ഥയാണ്. അവളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രം നമ്മൾ കഴിക്കുന്നത് വെച്ച് കൊടുത്താൽ അതും നശിപ്പിക്കും. അമ്മൂട്ടി അങ്ങനെയല്ല കേട്ടോ. അമ്മൂട്ടി എല്ലാം നീറ്റായിട്ട് സൂക്ഷിക്കും. അവൾക്ക് 8-8.5 വർഷത്തോളം പഴക്കമുണ്ട് അവളുടെ പാത്രത്തിന്. ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിന്. അതിപ്പോഴും ഒരു കോട്ടം തട്ടാതെ അമ്മൂട്ടി സൂക്ഷിക്കും. പക്ഷെ ഇവളങ്ങനെയല്ല. ഇവളൊരു വെകിളിയാണ്. വെകിളിത്തരം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്
നമ്മൾ ഞങ്ങളുടെ അമ്മൂട്ടീനെ മേടിക്കുമ്പോൾ കൊടുത്ത പൈസയേക്കാൾ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ റോട്ട് വീലറിനെ മേടിച്ചത്. പക്ഷെ ആളിന്ന് നിത്യകന്യകയാണ് കേട്ടോ, ഇതുവരെ പ്രസവിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ അമ്മൂട്ടി 3 പ്രസവവും കാര്യങ്ങളും നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അമ്മൂട്ടീനെ കുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടാ. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് നമ്മൾ കൂട് പണിതു. പിന്നെ റോട്ട് വീലറിനെ മേടിച്ചതൊക്കെ അമ്മൂട്ടിയുടെ കുട്ടികളെ കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ്. പക്ഷെ റോട്ട് വീലറിനെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ജീവനെ വളർത്തുന്ന ലാഭം മാത്രം ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് അവളെ ഇഷ്ടമാണ്. അവളെ ഞങ്ങൾ തന്നെയാണ് ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയത്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചു. അതിൻ്റേതായ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ അവളത് ചെയ്യുമ്പോൾ നമ്മളത് കണ്ട് നിന്നു. അല്ലെങ്കിൽ അവളത് തിരുത്താൻ ശ്രമിച്ചില്ല. എന്ത് സാധനം ചെറുപ്പത്തിലായാലും ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നശിപ്പിക്കുമ്പോൾ അച്ഛൻ അതിനെ അടിക്കാനൊന്നും സമ്മതിക്കില്ല. അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എപ്പോഴും പറയും അച്ഛൻ. അങ്ങനെ നമ്മൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുത്ത് ഇപ്പോൾ വലുതായപ്പോൾ എന്താ പറയുക, എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക ആൾ. അങ്ങനെയുള്ളൊരു കുറവുണ്ട് നമ്മുടെ റോട്ട് വീലറിന്. പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമാണ്. പിന്നെ പുറത്തുനിന്നുള്ള ഒരാളുമായിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ 2 പട്ടികൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പം നോക്കാൻ പറ്റാതെ ഈ ഉണ്ണിക്ക് ക്ലാസ് തുടങ്ങി അവൻ പുതിയൊരു കോഴ്സിന് ചേർന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഇവളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എന്നും കൂടടിച്ച് കഴുകണം. പിന്നെ ഇവളൊരു പ്രത്യേക ടൈപ്പല്ലേ. അപ്പോൾ എൻ്റെ ഉണ്ണിയുടെ കൂട്ടുകാരന് നമ്മൾ കുറച്ച് ദിവസം നോക്കാനായിട്ട് കൊടുത്തു. അന്നൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അപ്പോൾ ഇവളങ്ങനെ നോക്കാൻ കൊടുത്തപ്പോൾ ഇവളവിടെ പോയി ഇവിടുന്ന് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത ഒരാഴ്ചത്തോളം ഇവളും ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിച്ചില്ല. കൊണ്ടുപോയി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അനിയനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇവള് ഭക്ഷണമൊന്നും കഴിക്കണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ പോയി കൊണ്ടുവന്നപ്പോൾ ഇവിടെ നിന്ന് പോയതിൻ്റെ പെട്ട ഒരാഴ്ച കൊണ്ട് അവളാകെ ഇല്ലാണ്ടായ പോലെ ഒരവസ്ഥയായി. അവിടെ പോയി ഭക്ഷണം കഴിക്കണില്ല. അവരാരെന്ത് കൊടുത്താലും അവൾക്ക് എത്ര ഇഷ്ടപ്പെട്ട സാധനം കൊടുത്താലും അവൾ കഴിക്കണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇവള് വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ സെറ്റാവില്ല. കാരണം നമ്മുടെ അടുത്ത് 21 ദിവസം പ്രായമുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 5 വർഷം നമ്മുടെ കൂടെ ജീവിച്ചു. ഇനി ഇവൾക്ക് ഈ ഒരു രീതിയെ പറ്റുള്ളൂ. വേറെ എവിടെയും പോയി സെറ്റാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അവളെ കൊടുക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഇവർക്ക് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പട്ടിക്കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്, എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.